സിൻഡ്രല്ല ഭാഗം 2. അടുപ്പിലെ തീയില്ലാത്ത ചാരക്കൂനയായിരുന്നു അവൾക്ക് അല്പമെങ്കിലും ചൂട് നൽകിയത്. അങ്ങനെ ചാരത്തിൽ കിടന്ന എല്ലായെ അവർ സിൻഡ്രല്ല എന്നു പേര് വിളിച്ചു. ഒരു ദിവസം അവളുടെ അച്ഛൻ പട്ടണത്തിലെ മാർക്കറ്റിലേക്ക് പോയി. മടങ്ങി വരുമ്പോൾ എന്താണ് വാങ്ങിക്കൊണ്ടുവരേണ്ടതെന്ന് രണ്ടാനമ്മയുടെ മക്കളോട് അയാൾ ചോദിച്ചു. നല്ല ഉടുപ്പുകൾ, ഒരാൾ പറഞ്ഞു. മുത്തുമാലകളും ആഭരണങ്ങളും, രണ്ടാമത്തെ മകൾ പറഞ്ഞു. നിനക്കോ സിൻഡ്രല്ല, നിനക്കെന്താണ് വേണ്ടത്? അച്ഛാ, തിരികെ വരുമ്പോൾ അച്ഛൻ്റെ തൊപ്പിയിൽ മുട്ടുന്ന ആദ്യത്തെ മരക്കൊമ്പ് അടർത്തിക്കൊണ്ടുവരണം, സിൻഡ്രല്ല പറഞ്ഞു. ഇത് കേട്ട് രണ്ടാനമ്മയുടെ മക്കൾ കളിയാക്കി ചിരിച്ചു. അയാൾ ചന്തയിൽ നിന്ന് വിലയേറിയതും ഭംഗിയുള്ളതുമായ ഉടുപ്പുകളും മുത്തുമാലകളും മറ്റാഭരണങ്ങളും രണ്ടാം ഭാര്യയുടെ മക്കൾക്കായി വാങ്ങി. തിരികെ ഒരു കുറ്റിക്കാട്ടിലൂടെയാണ് അയാൾ കുതിരയെ ഓടിച്ചുകൊണ്ട് വന്നത്. അവിടെ ഒരു ഹേസൽ മരക്കൊമ്പ് അയാളെ ഉരുമ്മി. അതിൽ തട്ടി അയാളുടെ തൊപ്പി താഴെ വീണു. അയാൾ ശിഖരം ഒടിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയപാടെ രണ്ടാം ഭാര്യയുടെ മക്കൾക്ക് അവരാവശ്യപ്പെട്ടതൊക്കെ അയാൾ നൽകി. ഹേസൽ മരത്തിൽ നിന്നും ഒടിച്ചെടുത്ത കൊമ്പ് സിൻഡ്രല്ലയ്ക്കും കൊടുത്തു. സിൻഡ്രല്ല അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ കുഴിമാടത്തിനരികിലേക്ക് പോയി. അവൾ ആ കുഴിമാടത്തിനരികിൽ ആ മരക്കൊമ്പ് കുഴിച്ചു വെച്ചു. അവൾ വീഴ്ത്തിയ കണ്ണീർ ഒഴുകിപ്പരന്ന് ആ ശിഖരത്തെ മുഴുവൻ നനച്ചു. അത് വളർന്ന് ഒത്തൊരു മരമായി. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും സിൻഡ്രല്ല അതിനരികിൽ പോയിരുന്നു കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ഒരു നാൾ വനദേവത 2 പ്രാവുകളുമായി ആ മരത്തിനരികിൽ നിന്ന് സിൻഡ്രല്ലയുടെ അരികിലേക്ക് വന്നു. കരയേണ്ട മകളെ, നീ ആഗ്രഹിക്കുന്നതെന്തും ഞാൻ നിനക്ക് തരാം, വനദേവത അവളെ സമാധാനിപ്പിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ചില വർഷങ്ങൾ കടന്നുപോയി. സിൻഡ്രല്ല അതിമനോഹരിയായി വളർന്നു വന്നു. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും അവളോട് അസൂയ കൂടി. അതുകൊണ്ട് തന്നെ അവർ അവളോട് അതിക്രൂരമായാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ആ രാജ്യത്തെ രാജാവ് ഒരു വലിയ വിരുന്ന് സൽക്കാരം നടത്തുന്നതായി പ്രഖ്യാപിച്ചു. അതിലേക്ക് രാജ്യത്തെ സുന്ദരികളായ എല്ലാ പെൺകുട്ടികളെയും അദ്ദേഹം ക്ഷണിച്ചു. വിരുന്നിനും നൃത്തത്തിനും പങ്കെടുക്കുന്ന പെൺകുട്ടികളിൽ നിന്ന് ഒരു വധുവിനെ രാജകുമാരന് സ്വയം തിരഞ്ഞെടുക്കാനായിരുന്നു ആ വിരുന്ന് ഒരുക്കിയത്. ഈ വിളംബരം കേട്ട് നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും അതിയായി സന്തോഷിച്ചു. അവരുടെ വീടുകളിലൊക്കെ സന്തോഷവും ഉത്സാഹവും തിരയടിച്ചു. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയുടെ മക്കൾ വിരുന്നിൽ സംബന്ധിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടത്തിക്കൊണ്ടിരുന്നു. പുതിയ ഉടുപ്പുകളും മേൽക്കുപ്പായങ്ങളും ചെരുപ്പുകളും തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലായി അവർ. പുതിയ ആഭരണങ്ങൾ വാങ്ങാനായി തിടുക്കപ്പെട്ടിറങ്ങി അവർ സിൻഡ്രല്ലയെ വിളിച്ചു പറഞ്ഞു. വരൂ, വന്ന് ഞങ്ങളെ സഹായിക്കൂ. സിൻഡ്രല്ലയ്ക്കും വിരുന്നിൽ പങ്കെടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർ അതിന് സമ്മതിക്കുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് കണ്ണീരടക്കി അവർ പറഞ്ഞത് എല്ലാം അനുസരിച്ചു. എൻ്റെ മക്കളിൽ ഒരാളെ രാജകുമാരൻ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, രണ്ടാനമ്മ സിൻഡ്രല്ലയോട് പറഞ്ഞു. അവസാനം രാജകീയ വിരുന്നിൻ്റെ ദിനം വന്നു. ഒരുങ്ങുന്നതിനും ഉടുപ്പിടിയിക്കുന്നതിനും മറ്റും സിൻഡ്രല്ല സഹോദരിമാരെ സഹായിച്ചു. അവൾ അവരുടെ ചെരുപ്പ് പോളിഷ് ചെയ്തു, മുടി ചീകുന്നതിന് സഹായിച്ചു, അവരുടെ ഉടുപ്പിൻ്റെ ലേസുകൾ മുറുക്കി കെട്ടിക്കൊടുത്തു. അവരെ കൂടുതൽ അഴകുള്ളവരാക്കാൻ അവൾ അവളുടെ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ അതിന് പകരമായി അവരവളെ ശാപവാക്കുകൾ കൊണ്ട് പൊതിയുകയാണ് ചെയ്തത്. അവരുടെ കൂടെ പോകാൻ തന്നെയും അനുവദിക്കണമെന്ന് അവൾ രണ്ടാനമ്മയോട് കെഞ്ചി. ഇല്ല സിൻഡ്രല്ല, നീ പോകുന്നില്ല. നിന്റെ മേലാകെ പൊടിയും ചെളിയുമാണ്. നിനക്ക് നല്ല ഉടുപ്പുകളോ ചെരുപ്പോ ഒന്നുമില്ല. തന്നെയുമല്ല, എങ്ങനെയാ നൃത്തം ചെയ്യേണ്ടതെന്നും നിനക്കറിയില്ല, സിൻഡ്രല്ല വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം രണ്ടാനമ്മ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് പയർ ചാരത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിനകം നീ അത് വേർതിരിച്ചെടുക്കുക. എങ്കിൽ നിനക്ക് ഞങ്ങളോടൊപ്പം പോരാം. പെൺകുട്ടി പുറകിലത്തെ വാതിലിലൂടെ തോട്ടത്തിലേക്കിറങ്ങി. ഹേസൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മനം നൊന്ത് കരഞ്ഞു. അവളുടെ മുമ്പിൽ പെട്ടെന്ന് വനദേവത പ്രത്യക്ഷപ്പെട്ടു. സിൻഡ്രല്ല അവരോട് എല്ലാം പറഞ്ഞു. വനദേവത ഉറക്കെ വിളിച്ചു.
ഇണക്കമുള്ള പ്രാവുകളെ, മാടപ്പിറാവുകളെ, ആകാശത്തിന് കീഴിലുള്ള എല്ലാ കിളികളുമേ, വരൂ വരൂ, നിങ്ങൾ വരൂ, പയർ പെറുക്കി സഹായിക്കൂ, സിണ്ടില്ലയെ സഹായിക്കൂ, നല്ലതെല്ലാം കുടത്തിലേക്കും ചീത്തയെല്ലാം തൊടിയിലേക്കും. പെട്ടെന്ന് 2 പ്രാവുകൾ അടുക്കളയിലെ ജാലകത്തിലൂടെ പറന്നു വന്നു. പുറകെ മാടപ്രാവുകളും അതിൻ്റെ പുറകെ കുറേ കിളികളും അവിടേക്കെത്തി. അവയെല്ലാം കൂട്ടമായി മൂളലോടെ ചുറ്റിപ്പറന്നിട്ട് ചാരത്തിലേക്ക് താണിരുന്നു. തുടർന്ന് പ്രാവുകൾ തലകുലുക്കി. എന്നിട്ട് പയർമണികൾ കൊത്തിക്കൊത്തി എടുക്കാൻ തുടങ്ങി. അത് കണ്ട് മറ്റു കിളികളും പയർമണികൾ കൊത്തിക്കൊത്തി എടുത്തു. നല്ല പയർമണികളൊക്കെ പാത്രത്തിൽ പെറുക്കിക്കൂട്ടി. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞില്ല. അതിനു മുമ്പേ ചാരവും പയറും വേർതിരിച്ചെടുത്തിട്ട് കിളികൾ പറന്നകന്നു. പെൺകുട്ടി ആ പയറുമായി രണ്ടാനമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവൾ വളരെ ആഹ്ലാദവതിയായിരുന്നു. കാരണം വിരുന്നിന് അവരോടൊപ്പം പോകുന്നതിന് അവർ അവളെ അനുവദിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ രണ്ടാനമ്മ പറഞ്ഞു, പറ്റില്ല സിൻഡ്രല്ല, നിനക്ക് നല്ല ഉടുപ്പുകൾ ഒന്നുമില്ല. തന്നെയുമല്ല, നിനക്ക് നൃത്തം ചെയ്യാൻ കഴിയുകയുമില്ല. എല്ലാവരും നിന്നെ നോക്കി കളിയാക്കി ചിരിക്കും.